എനിക്ക് ആരുമില്ല എന്നതിൽ നിന്ന് എനിക്ക് ഞാനുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങി എന്ന് പറയാം. കൂടെയുണ്ടെന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന പ്രവൃത്തിയിലും വിശ്വാസത്തിലുമാണ് ഏതൊരാൾക്കും മറ്റൊരാൾ പ്രിയപ്പെട്ടവർ ആകുന്നത്. മൗനം, അത് ചിലപ്പോൾ നമുക്ക് ഒരു മിത്രത്തെ തരില്ലായിരിക്കാം, എന്നാലും ഒരു ശത്രുവിനെ നൽകില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുമ്പോൾ അവർ ചിന്തിക്കുന്നത് നമുക്ക് അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയുള്ളവർ നമ്മളെ വെറുമൊരു കളിപ്പാട്ടം പോലെ തട്ടിക്കളിക്കും. തിരക്കിനിടയിലും നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതാണെന്ന് അവരൊരിക്കലും മനസ്സിലാക്കില്ല. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. ലോകത്ത് ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുന്ന ഒരു കാര്യം ഉപദേശമാണ്. ഒരാളോട് ചോദിച്ചാൽ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അത് ലഭിക്കും. ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് സഹായമാണ്. ആയിരങ്ങളോട് ചോദിച്ചാൽ ഒരാൾ സഹായിക്കും. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുമ്പിൽ പുഞ്ചിരിയോടെ തല ഉയർത്തി നടക്കണം. ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി ശക്തനാണ്. നിങ്ങളെ ഒരു തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. രണ്ടാം തവണ ഒരു പാഠവും. അതിൽ കൂടുതൽ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത്. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക തന്നെ വേണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന ഒന്നിനും മൂല്യമുണ്ടാവില്ല. എല്ലാത്തിലും ഉപരിയായി ഒരു കൊച്ചു ലക്ഷ്യമെങ്കിലും നമുക്കുണ്ടാവണം. ആ ലക്ഷ്യം വ്യക്തമായിരിക്കണം. ലക്ഷ്യബോധത്തോടു കൂടിയ നമ്മുടെ പ്രവൃത്തികൾ വിജയതീരമണിയുവാൻ നമ്മളെ പ്രാപ്തരാക്കും. നല്ലതായാലും മോശമായാലും ജീവിതം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുവും. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകൾ ഉണ്ടാകും. അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളുമായി മുന്നോട്ടു പോവുക. പരിഗണന ഒരു സംസ്കാരമാണ്. അതാണ് ബന്ധങ്ങൾ ജനിപ്പിക്കുന്നത്. പരസ്പരം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ബന്ധങ്ങൾ വളരും. നല്ല വാക്കും പുഞ്ചിരിയുമാകണം ഓരോ വ്യക്തിയുടെയും മുഖമുദ്ര. ബന്ധങ്ങൾ വളരാനുള്ള ആദ്യ പടിയാണിത്.